അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇ.ഡി. സംഘം കൊല്ലത്തും പരിശോധന നടത്തുകയാണ്. അവയവ കച്ചവട റാക്കറ്റിന്റെ ഇടനിലക്കാരി പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജിയുടെ വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തുടനീളം വ്യാപകമായി തന്നെ ഇ.ഡിയുടെ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്തും പരിശോധന തുടരുകയാണല്ലേ? അതുതന്നെയാണ് പി ശ്രീജയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പുളിയത്തുകോണം സ്വദേശിയാണ്. അതായത് നേരത്തെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ് ശ്രീജ. ഇടനിലക്കാരിയായതിനും അതോടൊപ്പം തന്നെ സുധീറിൻ്റെ വീട്ടിലും, അതായത് രണ്ടുപേരും നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധ അവയവ കച്ചവടം നടത്തി എന്നുള്ളതാണ്. ആ സംഘത്തിലെ രണ്ടുപേരെയാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പരിശോധന നടത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ജാമ്യത്തിലാണ് ഇവർ. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡി കൂടെ ഇത്തരത്തിൽ പരിശോധനയുമായി എത്തിയിട്ടുള്ളത്. അതായത് ഈ പുളിയത്തുമുക്ക് വലിയമാട കളരിക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെ പുറത്ത് CRPF ഉദ്യോഗസ്ഥരുണ്ട്, അകത്ത് ഇ.ഡി ഉദ്യോഗസ്ഥരുണ്ട്. കൃത്യമായും ഈ രേഖകൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കും. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ സാമ്പത്തികം എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് കൃത്യമായും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ സുധീറും ഈ കേസിൽ ഇവരോടൊപ്പം അറസ്റ്റിലായ ആളാണ്. കാരണം ഇത്തരത്തിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ സംഘം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അവയവ കച്ചവടം നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ തന്നെ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടനിലക്കാരിലേക്കും നടക്കുന്ന അന്വേഷണം ഇപ്പോൾ കൊല്ലത്തും ഈ രണ്ടിടങ്ങളിലായി നടക്കുകയാണ്. അവിടെ ഇപ്പോൾ സുധീറിൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയുവാൻ സാധിച്ചത്. ഇവരുടെ പേരിൽ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് നേരത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിനു പിന്നാലെയാണ് ഈ സുധീറിൻ്റെയും ശ്രീജയുടെയും വീട്ടിലേക്ക് ഇ.ഡി സംഘവും എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു അവയവ കച്ചവടം നടന്നു. അതിന് ഇവർ ഇടനിലക്കാരായി എന്നുള്ളതാണ് കണ്ടെത്തൽ. വ്യാജരേഖകളാണ് ഇവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും പരിശോധന പുരോഗമിക്കുകയാണ്. ജനം TV ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അവിടെ വലിയ ആശുപത്രികൾ പോലും, ആതുരാലയങ്ങൾ പോലും ഈ മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് ഈ അവയവ കച്ചവടം നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ലേക്ഷോർ ആശുപത്രികളിലടക്കം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇവിടെ ഈ ഇടനിലക്കാരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വ്യാജരേഖ ചമച്ചാണ് ഇവർ ഈ കച്ചവടം നടത്തിയത് എന്ന കൃത്യമായ തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധനാ നടപടികൾ പുരോഗമിക്കുന്നത്, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് വ്യാജരേഖകളാണ് ഇവർ ഈ കൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതായത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ അവയവ കച്ചവടം നടത്തുന്നു. അത് ചിലരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് ഈ സാമ്പത്തികം എത്തിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടനില നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ പണം, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നജീബുമായി കൂടുതൽ ബന്ധമുണ്ടോ എന്നുള്ളതും, അതായത് ഈ അവയവ കച്ചവടത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരുമായി ഇവർക്കുള്ള ബന്ധം, അതിനെക്കുറിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം, ഇതെല്ലാം കൃത്യമായും രേഖപ്പെടുത്തുകയാണ് ഇ.ഡി ഉദ്യോഗസ്ഥർ. നേരത്തെ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ശ്രീജ ഈ പുളിയത്തുകോണം സ്വദേശിയാണ്. ഇതിന് കുറച്ചകലെയാണ് സുധീറിൻ്റെയും വീട്. ഇവർ രണ്ടുപേരും ഈ സംഘത്തിലുണ്ടാവുകയും തുടർന്ന് ഈ പ്രവർത്തനം നടത്തി വരികയും ചെയ്തു. അതായത് അവയവ കച്ചവടം എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ സാമ്പത്തിക അവസ്ഥയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തി വന്നത്. വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ശ്രീജയും സുധീറും ഒക്കെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. മനോജ്, ഈ റെയ്ഡ് നടക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ ഈ പരിശോധന പലയിടങ്ങളിലും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡ് നടക്കുമ്പോൾ അവർ ആ വീടുകളിൽ ഉണ്ടോ? ആൾക്കാരുണ്ടോ ഇപ്പോൾ വീടുകളിൽ?
വീടിനുള്ളിൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് പുലർച്ചെ തന്നെ ED സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വാഹനം മറ്റൊരിടത്ത് നിർത്തിയ ശേഷം CRPF ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥരും ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ജാമ്യത്തിലായിരുന്നു ശ്രീജ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതായത് വീടിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിന് ഉള്ളിലാണ് ഈ ശ്രീജ ഉള്ളത്. എന്തായാലും അവരൊക്കെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിലൊക്കെ ഈ വിവരങ്ങളൊക്കെ അറിയുമായിരുന്നു. എന്തായാലും ED സംഘം ഇങ്ങോട്ട് എത്തിയത് നാട്ടുകാരിലും വലിയ തരത്തിലുള്ള, അതായത് അവരൊക്കെ നാട്ടുകാരടക്കം ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഈ പരിശോധന നടക്കുമ്പോൾ. നേരത്തെ ഈ കേസിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെയും. അതായത് ഇത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ശ്രീജ എന്ന് പറയുന്ന വ്യക്തി അകത്തുണ്ടോ, വീട്ടിനകത്ത് തന്നെ ഉണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നേരത്തെ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കൊച്ചല്ല. പിന്നെ നല്ല രീതിയിലുള്ള ഒരു കൊച്ചായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു അനാവശ്യമായി ഉള്ള ഒരു സ്വഭാവമുള്ള ഒരു കൊച്ചല്ല. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഈ വീടിനടുത്ത് താമസിക്കുന്നവർ തന്നെയാണ് നിങ്ങളെല്ലാം? ഞാൻ ഇതിൻ്റെ തൊട്ട് പുറവശത്ത് താമസിക്കുന്നതാണ്. തീർച്ചയായും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ അതായത് ഈ കൃത്യമായും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. പോലീസ് അടക്കം അതിൽ അന്വേഷിച്ചാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം സ്വാഭാവികമായും കോടതി നടപടികൾ നേരിടുന്നതിന് മുമ്പായി ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. ആ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ, അന്വേഷണം കൂടെ, EDയുടെ ഭാഗത്തു നിന്നുകൂടെ അന്വേഷണം വരുന്നത്. എന്തായാലും അവയവ കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വലിയ തരത്തിലുള്ള ഒരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറേയധികം ആശുപത്രികളെ ഇതിന് മറയാക്കിക്കൊണ്ട് വലിയ രീതിയിൽ അവയവ കച്ചവടം നടത്തി വരുന്നുണ്ട്. ആ കച്ചവടത്തിൻ്റെ ഭാഗമായി ഇടനിലക്കാർ ഒരുപാട് പേരുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ കൊല്ലത്ത് തന്നെ 2 ഇടങ്ങളിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റിടങ്ങളിലേക്കും, അതായത് മറ്റുള്ളവരുടെ ഇടപെടലും കൂടെ അന്വേഷണ സംഘം കൃത്യമായും പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ വീടിന് മുന്നിൽ CRPF ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ വീട് അടച്ച് ഇട്ടിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിൽ തന്നെയുണ്ട്. അവർ ഈ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് അടക്കം പരിശോധിക്കുന്നുണ്ട്. കൃത്യമായും ഇവരൊക്കെ തന്നെ ED സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. കാരണം ഈ കേസിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ പ്രതികളായിട്ടുള്ള 2 പേരും, സുധീറും ശ്രീജയും അടക്കം ED സംഘത്തിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ തന്നെ 5ഓളം ഇടങ്ങളിൽ ഈ പരിശോധന ഇങ്ങനെ തുടർന്നത്. അതിൻ്റെ ഭാഗമായാണ്, അതായത് കൊല്ലത്ത് ചില ആശുപത്രികളിൽ പരിശോധന ഉണ്ടാകുമായിരുന്നു എന്നതാണ് ആദ്യം ലഭിച്ച സൂചന. പിന്നീടാണ് ഇടനിലക്കാരിലേക്കാണ് ഈ പരിശോധന എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നാട്ടുകാരടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. ED ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ ഉള്ളിൽ തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ, അതായത് ഏറെ മണിക്കൂറുകളായി തന്നെ ഇവിടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ എത്തി എന്നതാണ് വിവരം. അതിനുശേഷം ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. ഇവരുടെ ഈ രേഖകൾ, അതായത് വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ, എന്നാൽ അത് എങ്ങനെയാണ്, അതിന് ആരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അവയവ കച്ചവട മാഫിയയുമായുള്ള കൃത്യമായ ബന്ധം, ആ സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായും ED ഉദ്യോഗസ്ഥർ ഇവരോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. രേഖകൾ പരിശോധിക്കുന്നതിലൂടെ ഇവർക്ക് എത്ര പണം ലഭിച്ചിട്ടുണ്ട് എന്നതിനെ പറ്റിയും കൃത്യമായും ED ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക്, അതായത് പ്രാഥമികമായി പരിശോധന കഴിഞ്ഞ ശേഷമാകും ED മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇത് കൃത്യമായും ഈ രേഖകൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് അന്വേഷണങ്ങൾ നടത്തിയ ശേഷമാകും ED പിന്നീട് ഇവരെ ഓഫീസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുക. ആദ്യഘട്ടത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. പിന്നീട് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാകും പിന്നീടുള്ള ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും ഒക്കെ. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്ത് കൊണ്ടുവന്ന വിവരമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന് ഇടനിലക്കാരായി പലരും നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വീടുകളിലേക്കാണ് ഇന്ന് ED ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. KP, അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് EDയുടെ പരിശോധന. EDയുടെ സംഘം കൊല്ലത്തും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവയവ കച്ചവട റാക്കറ്റിന്റെ ഇടനിലക്കാരി പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജ, ഒപ്പം സുധീർ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന. മനോജാണ് വിവരങ്ങൾ നൽകിയത്.